ആദ്യമേ തന്നെ ഒരു കാര്യം പറയുവാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ മോശമാണ് എന്ന് പറയാൻ വേണ്ടി അല്ല ഈ ഒരു വീഡിയോ. ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ നമ്മൾ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പം ഒരു കാര്യം മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, FD പറ്റി തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ഈ തെറ്റിദ്ധാരണകൾ ഒന്ന് ക്ലിയർ ചെയ്യുക എന്നതാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് നമ്മൾ ഇവിടെ വ്യക്തത വരുത്തുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം ചെയ്യണം. നിങ്ങൾക്ക് മിക്കവർക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓൾറെഡി ഉണ്ടായിരിക്കും. നിങ്ങളുടെ FD ഏത് സ്ഥാപനത്തിലാണ് എന്ന കാര്യം ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോകാം. ആദ്യത്തെ കാര്യം, ഒരുപാട് ആൾക്കാർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, എല്ലാ ഫിക്സഡ് ഡെപ്പോസിറ്റുകളും ഒരുപോലെ സുരക്ഷിതമാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ സേഫ്റ്റി എന്നതാണ് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ FDകളും ഒരേപോലെ സേഫ് ഒന്നും അല്ല. FDകൾ നമുക്ക് പല ഇടങ്ങളിൽ ചെയ്യാൻ വേണ്ടി പറ്റും. RBIയുടെ അണ്ടറിലുള്ള ബാങ്കുകൾ ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ തന്നെ നാഷണലൈസ്ഡ് ബാങ്കുകളുണ്ട്, പ്രൈവറ്റ് ബാങ്കുകളുണ്ട്, സ്മോൾ ഫൈനാൻസ് ബാങ്കുകളുണ്ട്, അങ്ങനെ പലതുമുണ്ട്. RBIയുടെ അണ്ടറിലുള്ള ബാങ്കിലെ നമ്മുടെ നിക്ഷേപങ്ങൾക്ക് DICGCയുടെ വകയായിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പരമാവധി 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിനാണ് ഈ പരിരക്ഷ ലഭിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാങ്കിൽ 25 ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ 5 ലക്ഷത്തിന് മാത്രമേ അവിടെ ഇൻഷുറൻസ് പരിരക്ഷയുള്ളൂ. ബാക്കി 20 ലക്ഷത്തിനും ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ RBIയുടെ അണ്ടറിലുള്ള എല്ലാ ബാങ്കുകളും സേഫ്റ്റിയുടെയും റിസ്കിന്റെയും കാര്യത്തിൽ ഒരുപോലെയാണെന്ന് വിചാരിക്കരുത്. ഒരിക്കലും അങ്ങനെയല്ല. KSFE, പോസ്റ്റ് ഓഫീസ്, ട്രഷറി തുടങ്ങിയ ഇടങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് സർക്കാരിന്റെ ഗ്യാരണ്ടിയാണുള്ളത്. FD സേഫ് ആണ് എന്ന് വിചാരിച്ച് കോപ്പറേറ്റീവ് ബാങ്കുകൾ, നിധി കമ്പനികൾ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ, ഇവിടെയൊക്കെയുള്ള FDകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം മനസ്സിലാക്കുക, FD എന്ന് പറയുന്നത് സേഫ്റ്റിയുടെ പര്യായമല്ല. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ഇതാണ്, ഒരുപാട് ആൾക്കാരുടെ മറ്റൊരു ധാരണയാണ്, ഏറ്റവും കൂടുതൽ പലിശ ഏത് FDയിലാണോ ലഭിക്കുന്നത് അതാണ് ഏറ്റവും മികച്ചത്. ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്ന സ്ഥാപനത്തിലെ FD മികച്ചതാണ്. അതിന് കാരണമായിട്ട് അവർ പറയും നല്ല പലിശയാണ് അവിടെ ഉള്ളത്. പ്രത്യേകം മനസ്സിലാക്കുക, ഒരു സ്ഥാപനം അവിടുത്തെ FDക്ക് മറ്റുള്ള ഇടങ്ങളെക്കാൾ കൂടുതൽ പലിശ കൊടുക്കുന്നുണ്ടോ എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് കൂടുതൽ നിക്ഷേപം ആകർഷിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ്. അല്ലെങ്കിൽ അവർക്ക് നിക്ഷേപം ആവശ്യത്തിനില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടച്ചാക്ഷേപിക്കുമല്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം, പലിശ കൂടുതൽ കിട്ടുന്ന സ്ഥലത്ത് റിസ്ക്കും അധികം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അല്ലെങ്കിൽ നമ്മുടെ സഹകരണ ബാങ്കുകൾ, ഇവരൊക്കെ എന്താണ്, ബാങ്കിനേക്കാൾ കൂടുതൽ പലിശ കൊടുക്കാറുണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക്. അപ്പൊ ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയിട്ട് മേടിച്ച പണം അവർ എന്ത് ചെയ്യുന്നത്, ലോണ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പൊ അവർ കൊടുക്കുന്ന ലോണിനും കൂടുതൽ പലിശയുണ്ടായിരിക്കും. അപ്പൊ ആരായിരിക്കും ഈ കൂടുതൽ പലിശയ്ക്ക് ലോൺ എടുക്കാൻ വരുന്ന ആൾക്കാരിൽ ഒരു വിഭാഗം മറ്റു ബാങ്കുകളിൽ നിന്ന് പലിശ കുറഞ്ഞ ലോൺ കിട്ടാത്തതിന്റെ കാരണം പലപ്പോഴും അവർക്ക് സിവിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം. അത്തരം ഒരു വിഭാഗത്തിനാണ് ഈ കൂടുതൽ FDക്ക് പലിശ തരുന്ന സ്ഥാപനം ലോൺ കൊടുക്കുന്നത് എങ്കിൽ കൊടുക്കുന്ന ലോൺ തിരിച്ചു വരാനുള്ള സാധ്യതയും അവിടെ കുറവുണ്ട് എന്ന കാര്യം അറിയുക. അപ്പോൾ അവിടെ എന്തുണ്ട്, റിസ്ക് ഉണ്ട്. ഇനി പറയുന്നത് മറ്റൊരു തെറ്റിദ്ധാരണയെ പറ്റിയാണ്. അതിതാണ്, ഫിക്സഡ് ഡെപ്പോസിറ്റിൽ പണം ഇട്ട് കഴിഞ്ഞാൽ നഷ്ടം വരില്ല എന്നൊരു വിശ്വാസം പൊതുവെ ഉണ്ട്. ഒരു ആംഗിളിൽ നോക്കുമ്പോൾ അത് ശരിയാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുതൽ, അതായത് പ്രിൻസിപ്പാൾ എമൗണ്ട് കുറഞ്ഞു പോകുന്നതിനെയാണ് നഷ്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ സംഗതി ഓക്കെയാണ്. FDയിൽ എന്താണ്, നമ്മുടെ പ്രിൻസിപ്പാൾ എമൗണ്ട് കുറഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ മറ്റൊരു ആംഗിളിലാണ് നമ്മൾ റിയൽ ആയിട്ട് ചിന്തിക്കേണ്ടത്. ഇപ്പൊ സപ്പോസ് എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്. ഈ 10 ലക്ഷം രൂപ എനിക്കിനി 10 വർഷം കഴിഞ്ഞ് മാത്രമേ ആവശ്യമുള്ളൂ. എനിക്കത് സൂക്ഷിച്ചു വെക്കണം അല്ലേ. ഞാനത് വീട്ടിൽ അലമാരയിൽ തന്നെ സൂക്ഷിച്ച് വെക്കില്ല. എന്താ കാരണം, എനിക്കറിയാം വീട്ടിൽ അലമാരയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂല്യം കുറഞ്ഞു പോവുകയുള്ളൂ. 10 വർഷം കഴിയുമ്പം ഈ 10 ലക്ഷത്തിന് വലിയ വിലയൊന്നും കാണുകയില്ല എന്നറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊണ്ടുപോയി ഇടുന്നു. FD കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു 6% പലിശയൊക്കെ വെച്ച് ശരാശരി കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 18,70,000 രൂപയാകും 10 കൊല്ലം കഴിയുമ്പോൾ. ഓക്കെ, പക്ഷേ ഇന്ന്
10 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങണമെങ്കിൽ അന്ന് ചിലപ്പോൾ ഒരു 24 ലക്ഷം രൂപ ആകും എന്ന അവസ്ഥയായിരിക്കും ഉള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ഇപ്പൊ എത്ര കുറവുണ്ട്? ഒരു 5,30,000 രൂപയോളം കുറവുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് എന്താണ്? നഷ്ടമാണ്. ഇവിടെ നമുക്ക് ആ നഷ്ടം വരുത്തി തന്ന സംഭവത്തിന്റെ പേരാണ് ഇൻഫ്ലേഷൻ. അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ലോങ് ടൈമിലേക്ക് ഇങ്ങനെ FD ഒക്കെ ഇടുമ്പോൾ നമ്മുടെ പണത്തിൻ്റെ മൂല്യം നശിച്ചു പോകുന്നുണ്ട്. നമ്മുടെ പണത്തെ സൈലൻ്റ് ആയിട്ട് നശിപ്പിക്കുന്ന ഒരു വില്ലൻ എവിടെയുണ്ട്, അവൻ്റെ പേര് പറഞ്ഞു ഇൻഫ്ലേഷൻ. അതുകൊണ്ട് തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ നഷ്ടമൊന്നുമില്ല എന്ന കാഴ്ചപ്പാട് ശരിയല്ല. നഷ്ടം എന്നത് പ്രിൻസിപ്പാൾ എമൗണ്ട് കുറഞ്ഞു പോകുന്നതിനെ മാത്രമല്ല ഉദ്ദേശിക്കുക. ഇനി ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, FD ഇട്ട് കേട്ടോ 7% പലിശയുണ്ട്, 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ കൊല്ലം 7,000 കിട്ടുകയല്ലേ, അത് ലാഭമല്ലേ, ഒന്നും അറിയാതെ കിട്ടുന്നതല്ലേ, റിസ്ക് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ. പക്ഷെ മനസ്സിലാക്കേണ്ട സംഗതിയുണ്ട്, FDന്ന് പലിശയായിട്ട് കിട്ടുന്ന ആ എമൗണ്ട് മുഴുവനും നമുക്കുള്ളതല്ല. അതിൽ ഒരു ഭാഗം എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇൻകം ടാക്സ് ലോ അനുസരിച്ച് പലിശ വരുമാനം ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന വിഭാഗത്തിലാണ് പെടുത്തുക. അപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കാൻ ബാധ്യതയുള്ള ഒരാളാണ് എങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ഈ പലിശ വരുമാനവും കൂട്ടും. അതിനും നമ്മൾ ഏത് സ്ലാബിലാണോ ഉള്ളത് അതനുസരിച്ച് ടാക്സ് പേ ചെയ്യേണ്ടി വരും. സോ FDയിൽ നിന്ന് ലഭിക്കുന്ന പലിശ മുഴുവൻ ലാഭം അല്ല, അതിൽ ഒരു ഭാഗം സർക്കാരിന് കൂടി അവകാശപ്പെട്ടതാണ്. ഇനി ആളുകൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്, നമ്മുടെ ആവശ്യം എന്താണോ, നമ്മുടെ ലക്ഷ്യം എന്താണോ, പണം സൂക്ഷിച്ചു വെച്ചേക്കുക. എവിടെ? FDയിൽ. ഞാൻ FDയിൽ പണം ഇട്ടാണ് പിള്ളേരെ പഠിപ്പിച്ചത്, ഞാൻ FD ഉപയോഗിച്ചാണ് മക്കളുടെ കല്യാണം നടത്തിയത്, വീട് വെച്ചത് എന്നൊക്കെ പല ആൾക്കാരും പറയുന്നത് കേൾക്കാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, മറിച്ച് പണം സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയുള്ള ഒരു ഇടമാണ്. നമുക്ക് ഒരു ഷോർട്ട് ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം മുതൽ 3 വർഷം വരെയുള്ള ഒരു കാലാവധിക്കുള്ളിൽ ആവശ്യമായി വന്നേക്കാവുന്ന പണം, നമ്മുടെ എമർജൻസി ഫണ്ട് അടക്കമുള്ളത്, അവ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയുള്ള ഒരു ഇടമാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അല്ലാതെ ലോങ് ടൈമിലേക്ക് പണം നിക്ഷേപിക്കാൻ വേണ്ടി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഒട്ടും യോജിച്ചതല്ല. കാരണം നമ്മൾ ആദ്യത്തെ പോയിന്റ് പറഞ്ഞു, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള ശേഷി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് ഇല്ല. വേറൊരു സംഗതി ഇതാണ്, പല ആളുകളുടെയും ധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റിന് പകരക്കാരനായിട്ട് വേറൊരു സംഭവം ഇല്ല എന്നുള്ളതാണ്. അതായത് FD തരുന്ന ആ ഒരു സേഫ്റ്റി, ലോ റിസ്ക് ലെവല്, ഇതൊന്നും മറ്റൊരിടത്തും കിട്ടുന്നില്ല എന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ അത് ശരിയല്ല. FD പോലെ സേഫ് ആയിട്ടുള്ള, ലോ റിസ്ക് ലെവലുള്ള, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ ലഭിക്കുന്ന മറ്റു പല ഇടങ്ങളും ഉണ്ട്. ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഉണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോണ്ടുകളുണ്ട്, ചില പ്രത്യേകതരം ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റിന് പകരക്കാരനായി കുറേയും കൂടെ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ സാഹചര്യം അനുസരിച്ച്. ഈ 6 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.